മെഡിറ്ററേനിയൻ കടലിനും ചാവ് കടലിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഒരു സ്ഥലമാണ് ജെറുസലേം. ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏറ്റവും വലിയ നഗരം. BC 3000 മുതൽ നിലനിൽക്കുന്ന ഈ പട്ടണം കനാൻകാരുടെ പ്രധാന നഗരമായിരുന്നു. ആ നഗരം ചക്രവർത്തിയായിരുന്ന ദാവൂദ് നബി അലൈഹി സ്വലാം പിടിച്ചെടുത്തു. അദ്ദേഹത്തിൻ്റെ മകൻ സുലൈമാൻ നബി അലൈഹി സ്വലാം ആദ്യമായി ജെറുസലേമിൽ ആരാധനാലയം സ്ഥാപിച്ചു. ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും മറ്റൊരു വീഡിയോയുമായി ഞാൻ ഹാരിസ് അബ്ദുള്ള, ഹാരിസ് ഓൺ നെറ്റ്. കഴിഞ്ഞ കാലത്ത് മനുഷ്യൻ നേടിയ മികവുകളും പറ്റിപ്പോയ പിഴവുകളും നിർദ്ധാരണം ചെയ്ത് ഭാവി ജീവിതം ആസൂത്രണം ചെയ്യുന്നു. ഈ നിലപാട് മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇന്നലകളെ ശ്രദ്ധിക്കാതെ നാളേക്ക് വേണ്ടി ഒരുങ്ങാൻ കഴിയില്ല. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് മനുഷ്യൻ ചരിത്രം പഠിക്കാനും ചരിത്രത്തിൽ ഗവേഷണം നടത്താനും തുനിയുന്നത്. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഖുർആൻ അവതരിപ്പിച്ചപ്പോഴും ഈ വസ്തുത കണക്കിലെടുത്തു. കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളെപ്പറ്റി ചിന്തിക്കാനും പാഠം ഉൾക്കൊള്ളാനും ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ചരിത്രത്തിലെ ചിന്താർഹമായ ഒട്ടേറെ പാഠങ്ങൾ നമ്മുടെ മുന്നിൽ വെക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക, മുൻകാല സമൂഹങ്ങളുടെ സ്ഥിതിഗതികൾ പഠിക്കുക എന്ന് വിശുദ്ധ ഖുർആനിൽ അനേകം സ്ഥലങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാം നിർമ്മിച്ച ഈ പള്ളിയിലെ ഉള്ളിലേക്കാണ് നമ്മൾ ഇന്നിപ്പോൾ കടന്നു ചെല്ലുന്നത്. നേരത്തെ ജുമാ നിസ്കരിച്ചത് ഇതിൻ്റെ മേൽഭാഗത്തുള്ള മർവാനി മസ്ജിദിൽ വെച്ചിട്ടായിരുന്നു. മസ്ജിദുൽ അക്സയെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട്. ഒന്ന് മസ്ജിദുൽ അക്സ ഖദീം, ഈ താഴെയുള്ള നില. മറ്റൊന്ന് മസ്ജിദുൽ മർവാനി, വേറൊന്ന് മസ്ജിദുൽ ജദീദ്, പുതിയ മസ്ജിദ് എന്നിങ്ങനെ 3ആയിട്ടാണ് ഇതിനകത്തുള്ള മസ്ജിദുകൾ ഉൾക്കൊള്ളുന്നത്. മസ്ജിദുൽ അക്സയിലെ ഒരു വക്ത് നിസ്കാരത്തിന് 500 വക്ത് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലമുണ്ടെന്ന് ഹദീസുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് മലക്കൂടെ ചിറകൊണ്ട് സംരക്ഷിക്കുന്നുണ്ടെന്നും നബി വചനമുണ്ട്. മാത്രമല്ല ഖിയാമത്ത് നാൾ വരെ സത്യത്തിനു വേണ്ടി പോരാടുന്ന ഒരു വിഭാഗം ഷാമിലുണ്ടാകുമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ടായിരുന്നു. പണ്ട് ഷാം എന്ന് പറഞ്ഞിരുന്ന സ്ഥലം ഇന്നത്തെ ഫലസ്തീൻ, ജോർദാൻ, ഇസ്രായേൽ, സിറിയ അടങ്ങുന്ന പ്രദേശമാണ്. നാളെ മഹ്ശറയായി മാറുന്നതും ഈ സ്ഥലമാണെന്ന് പറയപ്പെടുന്നു. ങ്ങളുടെ സഹായത്തോടു കൂടി സുലൈമാൻ നബി അലൈഹി സ്വലാം പണിത മസ്ജിദാണിത്. ഇതിൻ്റെ തൂണുകളുടെ വലിപ്പം കണ്ടാൽ അറിയാം. അതിന് കേടുപാടുകളോ മറ്റോ സംഭവിച്ചുകൊണ്ടായിരിക്കാം അതിന് സപ്പോർട്ടായിട്ട് വേറൊരു തൂണ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സൈത്തൂൺ കിണർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് സുലൈമാൻ നബിയുടെ കാലത്തുണ്ടായിരുന്ന അതേ തൂണാണ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ലൈബ്രറിയും കൂടിയുണ്ട്. വിശാലമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഈ ലൈബ്രറിക്കകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത്രയും വലിയൊരു 1000 പുസ്തകങ്ങളാണ് ഇതിനകത്തുള്ളതെന്നറിയോ. ഒരുപാട് നിറയെ പുസ്തകങ്ങളും അതുപോലെ തന്നെ അവിടെ ഇരുന്ന് വായിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് മറിയം ബീവിൻ്റെ മെഹ്റാബ്. അതിനകത്തേക്ക് പ്രവേശനം ഇപ്പം നിരോധിച്ചിരിക്കുകയായിരുന്നു, പൂട്ടിയിട്ടാണ് ഉണ്ടായിരുന്നത്. കുറേ ആളുകൾ ഇതിനകത്തേക്ക് മുമ്പേ പോയിട്ടുള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഇത് വീണ്ടും ബന്ധാക്കിയതായി കാണുന്ന ഇവിടെയായിരുന്നു മെഹ്റാബ് ഉണ്ടായിരുന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതാവ് മറിയം ബീവി ൻ്റെ മെഹ്റാബാണിത്. നമുക്ക് മറിയം ബീവിയുടെ ചരിത്രം എല്ലാവർക്കും അറിയുന്നതാണ്. മറിയം ബീവിയുടെ പിതാവ് ഇമ്രാൻ എന്നവരും മാതാവ് ഹന്ന എന്നവരുമായിരുന്നു. മക്കളില്ലാത്ത അവർ അള്ളാഹുവിനോട് ദുആ ചെയ്ത് നിരന്തരം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു കുട്ടി ജനിക്കുകയും അപ്പോൾ ഗർഭിണി കാലത്ത് തന്നെ അത് അള്ളാഹുവിന് ഒരു വാഗ്ദാനം നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടി ജനിച്ചാൽ അത് ബൈത്തുൽ മുഖദ്ദസിൽ പരിചാരണത്തിനായിട്ട് ഞാൻ ആ കുട്ടിയെ നൽകുമെന്നൊക്കെയുള്ള. അതിൻ്റെ ഫലമായി ജനിച്ചത് ആൺകുട്ടിയായിരുന്നില്ല, പെൺകുട്ടിയായിരുന്നു. അങ്ങനെ മറിയം എന്ന് പേരിടുകയും അത് സക്കരിയ നബിയുടെ അധീനതയിൽ ആ കുട്ടി ഇവിടെ വളരുകയും ചെയ്തു. അതാണ് മറിയം ബീവിയുടെ ചരിത്രം. ഉഷ്ണകാലത്ത് മാത്രം ലഭിച്ചുകൊണ്ടിരുന്ന പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ ശൈത്യകാലത്ത് മാത്രം ലഭിച്ചുകൊണ്ടിരുന്ന പഴവർഗ്ഗങ്ങളൊക്കെ അള്ളാഹു മറിയം ബീവിക്കൂടെ നൽകുകയുണ്ടായി എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരു കാലത്ത് ഇസ്ലാമിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു ഖുദ്സ്. BC 586 ബാബിലോണുകാരും AD 70 റോമക്കാരും ആ നഗരം നശിപ്പിച്ചു. AD 135 റോമൻ ചക്രവർത്തി ഹെഡ്രിയൻ വീണ്ടും ഈ നഗരത്തെ പുനർനിർമ്മിച്ചു.
AD 614 പേർഷ്യക്കാർ ആ നഗരം വീണ്ടും നശിപ്പിക്കുകയാണുണ്ടായത്. കുരിശു പോരാളികൾ കീഴടക്കിയ ഈ പള്ളി സലാഹുദ്ദീൻ അയ്യൂബിയായിരുന്നു മോചിപ്പിച്ചത്. AD 638 ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹുയുടെ കാലത്ത് ഖുദ്സ് ആദ്യമായി മുസ്ലിങ്ങളുടെ അധീനതയിലാവുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു നേരിൽ വന്നിട്ടായിരുന്നു അന്ന് ഖുദ്സിൻ്റെ താക്കോൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കേവൽ 30 വർഷം മാത്രം ജീവിച്ച ഈസാ നബി അലൈഹി ഇസ്ലാമയുടെ സ്ഥലവും ഈ പലസ്തീനായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 16-17 മാസത്തോളം കിബിലയായി നിസ്കരിച്ചത് ഈ മസ്ജിദിലേക്കായിരുന്നു. ഈ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ചിട്ടായിരുന്നു ഇസ്രാ മിറാജിൻ്റെ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അമ്പിയാക്കൾക്ക് ഇമാമായി നിന്നുകൊണ്ട് നിസ്കരിച്ചതും. അങ്ങനെ ചരിത്രങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ഇടമാണ് ബൈത്തുൽ മുഖദ്ദിസ്. മക്കയിലെ മസ്ജിദുൽ ഹറമും മദീനയിലെ മസ്ജിദുൻ നബവിയും കഴിച്ചാൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മസ്ജിദാണ് മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ ഹറം നിർമ്മിച്ച് 40 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ മസ്ജിദുൽ അഖ്സ നിർമ്മിച്ചതെന്ന് ചരിത്രങ്ങളിൽ കാണുന്നു. ശക്തനും ധീരനുമായ ഒരു ഭരണാധികാരിയായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബി. ഈജിപ്തിലെ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഈജിപ്തിലെ വീഡിയോയിൽ സലാഹുദ്ദീൻ അയ്യൂബി 3 മിമ്പർ നിർമ്മിക്കുകയും പ്രസംഗപീഠം നിർമ്മിക്കുകയും അതിലൊരെണ്ണം മസ്ജിദുൽ അഖ്സയിലേക്കും മറ്റൊരെണ്ണം നമ്മുടെ ഹറമുൽ ഖലീൽ ഇബ്രാഹിം അലി ഇസ്ലാമിൻ മക്ബറയിൽ ഉള്ള സ്ഥിതി ചെയ്യുന്ന ആ മസ്ജിദിലേക്കും മറ്റൊരെണ്ണം സിറിയയിലെ ഡമാസ്കസിലുള്ള ഒരു മസ്ജിദിലേക്കും കൂടി സംഭാവന ചെയ്യുകയാണുണ്ടായത്. അതിൽ തേക്ക് കൊണ്ട് നിർമ്മിച്ച ഒരു മിമ്പറായിരുന്നു. ആ തേക്ക് കൊണ്ടുവന്നത് ഇന്ത്യയിൽ നിന്നായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഒരുപാട് പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ ഈ ഖുദ്സും പരിസരവും അള്ളാഹു ഏറെ അനുഗ്രഹിച്ച ഒരു സ്ഥലം തന്നെയാണ്. ഹിബ്രു ഭാഷയിലുള്ള സബൂർ വേദഗ്രന്ഥം നൽകപ്പെട്ട ദാവൂദ് നബി അലി ഇസ്ലാമും ദാവൂദ് നബി അലി ഇസ്ലാമിൻ്റെ മകൻ സുലൈമാൻ നബി നിർമ്മിച്ച ഈ മസ്ജിദും സക്കരിയ നബിയും അതുപോലെ തന്നെ മറിയം ബീവിയൊക്കെ വളർന്നതും അവരുടെ പാദസ്പർശമേറ്റുമൊക്കെ ഈ ഒരു പരിസരത്ത് തന്നെയാണ്. അൽഹംദുലില്ലാ, അങ്ങനെ ഒരുപാട് പേരുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയും പുണ്യസ്ഥലങ്ങളൊക്കെയാണ് ഇത് ചുറ്റുഭാഗത്തുള്ളത്. ഇതാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം നിർമ്മിച്ചിരുന്ന ബൈത്തുൽ മുഖദ്ദസ് എന്ന മസ്ജിദ്. ഇതിൻ്റെ മേൽഭാഗത്താണ് ഇന്ന് നവീകരിച്ച മർവാൻ്റെ മസ്ജിദുൽ മർവാനുള്ളത്. ഇതിന് നേരെ മുൻഭാഗത്ത് ഖുബത്തുസ് സഹറ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വിശദമായിട്ടുള്ള ഒരു ഖുബത്തുസ് സഹറത്തെക്കുറിച്ചുള്ള വീഡിയോ അടുത്ത് തന്നെ. അതുപോലെ തന്നെ ഇസ്രാ മിറാജ് സമയത്ത് ബുറാക്കിനെ കെട്ടിയിട്ടിരുന്ന ഒരു സ്ഥലവും അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിലൂടെ അതിനുള്ള ചരിത്രവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരോടും ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.